ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് സൈറ്റ്. ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിലാദ്യം പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി. ഇപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ നേച്ചറാണ്, ഓരോ കപ്പാസിറ്റിയാണ് അല്ലേ. അപ്പം നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിമെൻറ്റ് ഇൻഡസ്ട്രിയാണെന്ന് വിചാരിക്കുക. സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് മഴ തീരെ കിട്ടാൻ പാടില്ല. വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ സിമെൻറ്റ് കട്ട പിടിക്കും. അതുകൊണ്ട് മഴ തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ് മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സിമെൻറ്റ് ഫാക്ടറി വയ്ക്കാറ്. അപ്പോൾ ആ സിമെൻറ്റ് ഫാക്ടറിക്ക് ആ സ്ഥലത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. മഴ കിട്ടാൻ പാടില്ല, വെയിൽ നല്ലോണം കിട്ടണം, പിന്നെ അതുപോലെ തന്നെ ചുറ്റുവട്ടത്ത് അധികം ആൾക്കാർ താമസമില്ലാത്ത ഏരിയ. കാരണം സിമെൻറ്റ് ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള എൻവിറോൺമെൻറ്റ് എന്താവും, പൊല്യൂട്ടഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് സ്റ്റെബിലിറ്റി ആൻഡ് ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ സ്ട്രെങ്ത്ത് ആ സോയിലിന് താങ്ങാൻ പറ്റുമോ ഇല്ലയോ. ചില ഏരിയകളിലൊക്കെ എന്താണ്, 2 ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ബിൽഡിംഗ് എടുക്കാൻ സമ്മതിക്കില്ല, 2 നില ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ബിൽഡിംഗ് എടുക്കാൻ സമ്മതിക്കില്ല. കാരണം അതിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ മണ്ണിന് ആ ബിൽഡിങ്ങിൻ്റെ ലോഡ് ബിയർ ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അവിടെ എന്ത് വരുന്നത്, ബിൽഡിങ് എത്ര നില ബിൽഡിങ് വേണം, എങ്ങനത്തെ ബിൽഡിംഗ് എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഓരോ നേച്ചർ ഓഫ് ബിസിനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ നേച്ചർ ഓഫ് പ്രോജക്റ്റിനനുസരിച്ച് ലാൻഡ് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ. എല്ലാ ലാൻഡിലും എല്ലാ പ്രോജക്റ്റും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ലെവൽ ഓഫ് ഗ്രൗണ്ടിൻ്റെ ലെവൽ, അതായത് കുന്നാണോ, നിരന്ന സ്ഥലമാണോ, മനസ്സിലായില്ലേ, ചെരിവാണോ, ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ പ്ലാന്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിനനുസരിച്ച് നമ്മളിത് ശരിയാക്കണം. ചിലപ്പോൾ നമ്മൾ നിരന്ന സ്ഥലം ഉദ്ദേശിച്ച് പോയിണ്ടാവും, പക്ഷേ കുറഞ്ഞ വിലക്ക് നമുക്ക് നിരന്ന സ്ഥലം കിട്ടില്ല, കുറച്ച് ചെരിവുള്ള സ്ഥലമായിരിക്കും, ചിലപ്പോൾ കുന്നുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മാറ്റണം. അപ്പോൾ അതിന് അഡീഷണൽ കോസ്റ്റ് ചിലവാണ്. മൂന്നാമത്തെ ലാൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻസ്. നമ്മളാദ്യം പറഞ്ഞു ലാൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിമാൻഡൊക്കെ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നിലവിലെ മിഷൻ കപ്പാസിറ്റി ഒന്നും തികയാതെ വരും. നിലവിലെ പ്ലാന്റിൻ്റെ സൈസ് ചിലപ്പോൾ നമ്മൾ നീളം കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സമയത്ത് ഏറ്റവും മിനിമം കോസ്റ്റിൽ എങ്ങനെയാണ് പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. കാരണം നമുക്ക് പൊളിച്ചുണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ ഉണ്ടാക്കാനും കോസ്റ്റാണ്, അത് പൊളിക്കാനും കോസ്റ്റാണ്. മനസ്സിലായില്ലേ. ഇപ്പോൾ ഒരു മതിൽ ഉണ്ടാക്കണമെങ്കിലും പൈസ ചിലവാണ്, അതേ മതിൽ പൊളിക്കണമെങ്കിലും പൈസ ചിലവാണ്. അപ്പോൾ ഒരുപാട് കോസ്റ്റ് മുടക്കി ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പൊളിച്ച് മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ലേ ഔട്ടിൽ എന്ത് ചെയ്യും, എക്സ്പാൻഷനുള്ള ഒരു ഐഡിയയും കൂടെ വെച്ചിട്ടാണ്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഡിമാൻഡൊക്കെ കൂടുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ആദ്യമേ ആ ലേ ഔട്ടിൽ കാണിക്കണം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, നമ്മളിപ്പോൾ വീട് എടുക്കുമ്പോൾ എന്താണ്, വീടിൻ്റെ പ്ലാനിൽ നമ്മൾ ആദ്യം പറയും നമുക്ക് സിംഗിൾ സ്റ്റോറി അല്ലെങ്കിൽ ഒരു നില ബിൽഡിംഗ് മതി എന്ന് പറയും. അപ്പോൾ എഞ്ചിനീയർ വയ്ക്കും ഇനി ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ അതിനും കൂടെ അനുസരിച്ചാണ് എഞ്ചിനീയർ എന്ത് ചെയ്യുക, പ്ലാൻ വരയ്ക്കുക. അപ്പോൾ നിലവിൽ ഒരു ബിൽഡിങ്ങേ ഉണ്ടാവുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ മുകളിലേക്ക് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ബേസ്മെൻറ്റ് സ്ട്രോങ് ആക്കി ഇടണം, അതിനനുസരിച്ച് പൈലിങ് പില്ലറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. മുകളിലേക്ക് എടുക്കാനുള്ള ഒരു സെറ്റപ്പിൽ ടെറസൊക്കെ ഓപ്പൺ ആക്കിയിടണം. അതൊക്കെ അതിനനുസരിച്ച് പ്ലാനിങ്ങിൽ എന്ത് ചെയ്യും, അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ലാൻഡ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷന് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, കുറച്ച് സ്ഥലം കണ്ടെത്തണം. പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നേരത്ത് സ്ഥലം കിട്ടാനില്ലെങ്കിൽ നമുക്കെന്താണ്, ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ. നാലാമത്തെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. നമ്മൾ പ്രൊജക്റ്റിൻ്റെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ ഡ്രെയിനേജ്, ചുറ്റുപാടുള്ള ആൾക്കാരെ ബാധിക്കാത്ത രീതിയിലുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസൊക്കെ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ആ സൈറ്റിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ബിൽഡിംഗ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടിന് ചിലവ് കുറവാണ്. കാരണം ആ ട്രാൻസ്ഫോമറിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് ഇടാനേ ഉള്ളൂ. നേരെ മറിച്ച് കുറച്ച് ഹിൽ ഏരിയയിൽ എന്താണ്, അധികം ആൾതാമസമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഇൻഡസ്ട്രി ഇടുന്നതെങ്കിൽ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലൈന് വലിക്കണം, ട്രാൻസ്ഫോമർ വെപ്പിക്കണം, ഓരോ ഇലക്ട്രിക് പോസ്റ്റിനും നമ്മൾ എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം. അത് കോസ്റ്റ് ചിലവാണ്. മനസ്സിലായില്ലേ. അതുപോലെ ഗ്യാസ് ഫീസിബിളായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്ന ഏരിയകളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെറ്റ് ചെയ്യാൻ.
മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സംഗതിക്കും നമ്മൾ അഡീഷണൽ കോസ്റ്റ് ചിലവായിക്കൊണ്ടേയിരിക്കണം. അതുപോലെ പോസ്റ്റേജ് ഫെസിലിറ്റി, നമ്മളെന്തെങ്കിലും കൊറിയറോ അല്ലെങ്കിൽ പോസ്റ്റലൊക്കെ അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കിട്ടണം എന്നുള്ളതുണ്ടെങ്കിൽ ഒരുപാട് ദൂരേക്ക് യാത്ര ചെയ്ത് ഒരു സാധനം അയച്ച് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഒരു സാധനം കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ദൂരം പോകുക പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഈ എല്ലാ ഫെസിലിറ്റീസും നിയർ ബൈ കിട്ടുകയും വേണം, കസ്റ്റമർ ഈസി ആക്സസിബിൾ ആവണം, എന്നാലോ കോസ്റ്റ് ഒരുപാട് കൂടാനും പാടില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഒരു ഐഡിയൽ സൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പോസ്റ്റേജ് ഫെസിലിറ്റി നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഡംപിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ്. ഡ്രൈനേജ് ഒക്കെ ആണെങ്കിൽ ലിക്വിഡ് വേസ്റ്റിന് ഡ്രൈനേജ് ഫെസിലിറ്റിയാണ് ഏറ്റവും നല്ലത്. നേരെ മറിച്ച് സോളിഡ് വേസ്റ്റ് ആണെങ്കിൽ അത് ഡംപ് ചെയ്യാനൊരു സ്ഥലം വേണം. അതായത് എൻവിറോൺമെൻറ്റിനെ ബാധിക്കാതെ, തൊട്ട് അയൽവക്കത്തുള്ള ആൾക്കാരെയും മറ്റ് കമ്പനികളെയും ഒന്നും ബാധിക്കാതെ, അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് ആ സോളിഡ് വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി വേണം. ലോക്കൽ റേറ്റ്സ് ആൻഡ് ടാക്സ്. ലോക്കൽ റേറ്റ്സ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ വൻ ടാക്സ് ആയിരിക്കും. നേരെ മറിച്ച് റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ ടാക്സ് കുറയും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ലോക്കൽ റേറ്റ്സ്, സിറ്റീസിലാണ് വെക്കുന്നതെങ്കിൽ ലോക്കൽ റേറ്റ് കൂടുതലാണ്. മാൻ പവറിന് നല്ല ചാർജ് കൊടുക്കണം. 600, 700, 800 റുപ്യൊക്കെ ഒരു മാൻ പവറിന് വേജ് കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് കുറച്ച് റൂറലായിട്ട് അകത്തേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ റെൻറ്റും കുറയും, ടാക്സ് കുറയും, ലോക്കൽ റേറ്റിന് ചീപ്പായിട്ട് ആളെയും കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഗുർഗാവൺ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇൻഡസ്ട്രികൾ വരാനുള്ള ഒരു കാരണം അവിടെ ലാൻഡിന് ചീപ്പാണ്, അവിടെ മാൻ പവർ ചീപ്പാണ്, ഒരുപാട് മാൻ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ റേറ്റിന് മാൻ പവർ കിട്ടുകയും ചെയ്യും, ടാക്സും കുറവാണ്. മനസ്സിലായില്ലേ? നേരെ മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പൈസ വേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മണിക്കൂറിന് 800 റുപ്യ കൊടുക്കണം, ചായ കൂലി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, താമസം കൊടുക്കണം, ഒക്കെ കൊടുക്കണം. അതൊക്കെ കമ്പനിക്ക് ബാധ്യതയാണ്. ടാക്സും കൂടുതലാണ് കേരളത്തിൽ. ഗുർഗാവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ടാക്സ് കൂടുതലാണ്, ലാൻഡിന് വാല്യൂ കൂടുതലാണ്, ബിൽഡിംഗ് റെൻറ്റ് കൂടുതലാണ്, ട്രാൻസ്പോർട്ടേഷൻ ടാക്സ് കൂടുതലാണ്, എല്ലാം കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ചീപ്പായിട്ട്, ഏറ്റവും കുറഞ്ഞ മാൻ പവറിൽ, ഏറ്റവും കുറഞ്ഞ ടാക്സുള്ള, ഏറ്റവും കുറഞ്ഞ ഇലക്ട്രിസിറ്റി ബില്ലുകൾ കിട്ടുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മുടെ ഒരു ഐഡിയൽ സൈറ്റായിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് പറയുന്നത് റിപ്പയർ ഫെസിലിറ്റീസാണ്. റിപ്പയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, നമ്മളൊരു മെഷീനറി കേടുവന്നു എന്ന് വിചാരിക്കുക, അത് നന്നാക്കാൻ നമ്മൾ വിദേശത്ത് നിന്ന് ആളെ കൊണ്ടുവരേണ്ട ഗതികേട് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, എന്നാൽ കമ്പനിയുടെ സർവീസ് സെൻറ്റർ നിയർ ബൈ ആയിട്ടുള്ള, നിയർ ബൈ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വേണമെന്നല്ല, നല്ലൊരു റീസണബിൾ കോസ്റ്റിൽ നമുക്ക് പോയി ആക്സസിബിൾ ചെയ്യാവുന്ന രീതിയിൽ. കാരണം ഇപ്പോൾ ഒരു മെഷീനറി, വലിയ മെഷീനറിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോ സർവീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾ വരണമെന്നുണ്ടെങ്കിൽ ആ സർവീസ് അതായത് സർവീസ് ഏരിയകളുള്ള സ്ഥലങ്ങളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെഷീനറി അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് സാധാരണ സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഇത് പഠിച്ച് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.